ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം വളരെ പാടുപെട്ട് കഠിന ശ്രമം ചെയ്ത് നിർമ്മിച്ച ഒന്ന് നശിപ്പിക്കാൻ സെക്കൻഡുകൾ മാത്രം മതി. വലിയ വലിയ ബിൽഡിങ്ങുകൾ പഴക്കം ചെന്ന് കഴിയുമ്പോൾ അവയെ തകർത്താൻ ചെറിയ ഒരു പടക്കം കൊണ്ട് സാധിക്കുന്നതാണ്. ഒരു ചെറിയ സ്ഫോടനം കൊണ്ട് ആ കെട്ടിടം നിലംപരിശാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണല്ലോ. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കഠിനമായി യത്നിച്ച് നേടിയെടുത്തവയെല്ലാം തന്നെ നഷ്ടമാകാൻ നിമിഷ നേരത്തെ അശ്രദ്ധ മതി. അത് നാശോന്മുഖമായി തീരാൻ ഒരു പണിയുമില്ല. നിർമ്മിക്കാനാണ് പണി, നശിപ്പിക്കാൻ ഒരു വിഷമവുമില്ല. അതുകൊണ്ട് ഒരു കവി പറയുന്നത് കേൾക്കൂ. നിമിഷ നേരത്തെ അശ്രദ്ധ കാരണം നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു. ഈയൊരു ചിന്തയൊന്നാണ് എത്ര നമ്മളിൽ ശാശ്വതമായുള്ള ശാന്തിയേകുന്നതും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു കുട്ടി ഒരിക്കലേ പരീക്ഷ എഴുതാൻ തലേ ദിവസം പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് പരീക്ഷ ഏറ്റവും നന്നായി എളുപ്പമായി തീരണേ എന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഞാൻ 100 രൂപയ്ക്ക് പാൽപ്പായസം വെച്ച് നിവേദിക്കാം എന്ന് ഈ കുട്ടി പറഞ്ഞു. എന്നാൽ കുട്ടി പരീക്ഷ നല്ല ധൈര്യം കുട്ടിക്ക്, അതോടുകൂടി കുട്ടിക്ക് മനസ്സിന് നല്ല ധൈര്യം ഉണ്ടായി. കാരണം ആ വഴിപാട് ചെയ്തപ്പോൾ അവൻ്റെ മനസ്സിന് ദൈവം എന്നെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസം വന്നു. പക്ഷേ ധൈര്യം കിട്ടി. കുട്ടി പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ എല്ലാം അറിയുന്ന ചോദ്യങ്ങളാണ്. എല്ലാം അറിയുന്ന ചോദ്യങ്ങളാണ്. എല്ലാ ഉത്തരവും പഠിച്ചത് തന്നെയാണ്. അങ്ങനെ പരീക്ഷ എഴുതി. പരീക്ഷ 2 മണിക്കൂർ നേരത്തെ പരീക്ഷ 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർത്തു. പിന്നെ സമയം കുറേ ഇരിക്കുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ആലോചിച്ചു, അല്ല എന്തിനാപ്പം അല്ലെങ്കിൽ 100 രൂപയ്ക്കൊക്കെ പാൽപ്പായസം കൊടുക്കുന്നത്? അതൊരു 50 രൂപയ്ക്കാക്കിയാൽ പോരെ? കുറച്ചരിയും കുറച്ചത് പഞ്ചസാര ഒന്ന് കുറയ്ക്കാം, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറയ്ക്കാം. അപ്പോൾ ഇതൊക്കെ കൂടെ എന്തിനാ? അവൻ പറഞ്ഞ് കുറച്ച് 100 രൂപയുള്ള 50 രൂപയായി, പിന്നെ 25 രൂപയായി, പിന്നെ അതും കഴിഞ്ഞ് 10 രൂപയ്ക്കായി. അല്ലെങ്കിൽ എന്തിനാ ഈ പാൽപ്പായസമൊക്കെ? ദൈവത്തിന് പാൽപ്പായസത്തിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? പത്രം പുഷ്പം ഫലം തോയം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? ഒരു പൂവെടുത്ത് ഭഗവാന് നിവേദിച്ചാലും മതി. ഇനി പൂവ് കിട്ടാനില്ലെങ്കിൽ കുറച്ച് വെള്ളം ഭഗവാന് നിവേദിച്ചാലും മതിയല്ലോ എന്നെല്ലാം കണക്ക് കൂട്ടി. അതുകൊണ്ട് ഇനി കുറച്ച് വെള്ളം ഭഗവാൻ ലിസ്റ്റ് എഴുതി വെച്ചത്. പരീക്ഷാ പേപ്പർ, ഉത്തരം എഴുതിയ പേപ്പർ അപ്പുറത്ത് എടുക്കാതെ ഈ കണക്ക് എഴുതി വെച്ച കടലാസ് എക്സാമിനറുടെ കയ്യിൽ കൊടുത്തു. അവൻ വീട്ടിലെത്തി മോനെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അച്ഛാ പരീക്ഷ നല്ല എളുപ്പമായിരുന്നു, ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. കാണട്ടെ നിൻ്റെ കയ്യിൽ എന്താ ഈ പേപ്പർ എന്താന്ന് നോക്കി. അതവൻ നോക്കുമ്പോൾ ഉത്തരക്കടലാസാണ്. ചോദ്യപേപ്പറും പായസത്തിൻ്റെ കണക്ക് കൂട്ടിക്കിഴിച്ചതും ആയ കടലാസാണ് കൊടുത്തു കഴിഞ്ഞത്. നോക്കണേ, മനസ്സിൻ്റെ വളരെ കഠിനമായി അധ്വാനിച്ചുണ്ടായത് പിഴച്ചു പോകാൻ ഒരു പണിയും ഉണ്ടായില്ല. ഉത്തരക്കടലാസ് കൊടുത്തില്ലെങ്കിൽ റിസൾട്ട് എന്താവുമെന്ന് പറയേണ്ടതില്ലല്ലോ. അല്പം അശ്രദ്ധ മതി നമ്മുടെ ജീവിതം പരാജയപ്പെടാൻ എന്നതിന്
ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതിനാൽ നമ്മൾ എന്തു ചെയ്യണം? നിമിഷ നേരത്തെ അശ്രദ്ധ കാരണം നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായിത്തീരുന്നു. ഈയൊരു ചിന്തയൊന്നാണത്രേ നമ്മളിൽ ശാശ്വതമായുള്ള ശാന്തിയേകുന്നതും. ശാശ്വതമായ ശാന്തി നമുക്ക് കൈവരണമെങ്കിൽ ഈ ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം. അതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഓരോ നിമിഷവും ചെലവഴിക്കാൻ. അശ്രദ്ധ ഒരിക്കലും ഉണ്ടാവരുത്. വലിയ ഉന്നത സ്ഥാനത്തെത്തിയാലും അശ്രദ്ധയുണ്ടായാൽ പതനം സുനിശ്ചിതമായിരിക്കുന്നു. നിമിഷനേരത്തെ അശ്രദ്ധ കാരണം നമ്മൾ തൻ ജീവിതം വ്യർത്ഥമായി തീരുന്നു. ഈയൊരു ചിന്തയൊന്നാണത്രേ നമ്മളിൽ ശാശ്വതമായുള്ള ശാന്തിയേകുന്നതും.